ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിലെത്തിയത്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമായിരുന്നു നിർബന്ധിത മതപരിവർത്തനം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുണ്ട്. വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഈ മൗനം വലിയ പ്രതിരോധത്തിന്റെ സൂചനയോ? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുകയും മനുഷ്യക്കടത്ത് നടക്കുകയും അതിന്മേൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആദിവാസി മേഖലയിൽ പണം നൽകി പാരിതോഷികങ്ങൾ നൽകി കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘം ആളുകളെ മതം മാറ്റുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അതിനെതിരെ ആദിവാസി ജനവിഭാഗങ്ങൾ തന്നെയാണ് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത്. ഈ സമ്മർദ്ദം താങ്ങവയ്യാതെയാണ് ഭൂപേഷ് ഭാഗൽ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകളെ കാണുന്നതിന് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനെ ഒരല്പസമയം സഹായിച്ച ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ 3 പാസ്റ്റർമാരും ഒരു വൈദികനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജഷ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തെ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ ഈ 4 പേരെ ചേർന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണത്. 2021 നിർബന്ധിത മതം മാറ്റത്തിൻ്റെ പേരിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യവും ഇപ്പോൾ തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു ആ സംഭവം. വൈദികൻ ആയിരുന്ന അരുൺ കുജൂർ, പാസ്റ്റർമാരായ ബസന്ത് ലക്ര, സാൽമൺ ഡിഗ്ഗ, ഡിനോ കുജൂർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 പേരെ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അന്ന് ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവരെ ജയിലിലടയ്ക്കുകയും ചെയ്തത്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഇതാ ഇപ്പോൾ BJP പിന്നീട് അധികാരത്തിൽ വരുന്നു. സമാനമായ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടക്കുന്നു. നിയമപരമായ നടപടികൾ BJPയുടെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനെതിരെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സംഘം ഇവിടെ എത്തി പ്രതിഷേധിക്കുകയും കേരളത്തിൽ ക്രൈസ്തവ സഭയും മതമേലധ്യക്ഷന്മാരും ഒപ്പം കോൺഗ്രസും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2021 ഒരു വൈദികനെയും 3 പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്ത് മതപരിവർത്തന നിരോധന നിയമം പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ഈ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാർ, കേരളത്തിലെ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാർ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, CPIMൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ അന്ന് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടുത്തുകാർ പോലും ഉയർത്തുന്നത്. കാരണം ഇവിടെ അത് നിയമം മൂലം നിരോധിച്ചതാണ് ഈ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും എന്ന് പറയുന്നത്. ഇനി കൃഷ്ണരാജ് ചോദിച്ച മറ്റ് ചോദ്യത്തിലേക്ക് വന്നാൽ, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും മഹാമൗനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരെ നമുക്ക് കണ്ടുകിട്ടുന്ന പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പ്രദേശത്തെ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭൂപേഷ് ഭാഗൽ ആകെ വന്നത് ഈ പ്രതിനിധി സംഘത്തെ പുറത്ത് തടഞ്ഞപ്പോൾ അകത്തേക്ക് 7 പേരെ കയറ്റിവിടുന്നതിന് വേണ്ടി മാത്രം വന്നു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം മൈക്കുമായി നമ്മൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ സമീപിച്ചാൽ അവരവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് കാണാനുള്ളത്. ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർക്കും അറിയാം അവരുടെ ഭരണകാലത്തും ഈ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നും അതിനെതിരെ അറസ്റ്റും കേസും ഉണ്ടായിട്ടുണ്ട് എന്നും അവർക്കറിയാം. 2, ഈ പ്രദേശത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സെൻസിറ്റീവായ ഇഷ്യൂ ആണ് മതപരിവർത്തനമെന്നും അവർക്കറിയാം. അതുകൊണ്ട് അവർ മിണ്ടില്ല. കൃഷ്ണരാജ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ സഭ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു 10 പേരെ പോലും രംഗത്തിറക്കി പ്രകടനം നടത്താൻ ഈ ഛത്തീസ്ഗഡിലെ സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്കും വളരെ കൃത്യമായി അറിയാം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കനത്ത വീഴ്ചയാണ് എന്നുള്ളത്. ഇതിലാകെ ഈ ക്രൈസ്തവ സഭ ശ്രമിച്ചു നോക്കിയത് കേരളത്തിലെ BJPയെ തെരഞ്ഞെടുപ്പിൻ പടിവാതിക്കലെത്തി നിൽക്കെ സമ്മർദ്ദത്തിലാഴ്ത്തി ഏതെങ്കിലും തരത്തിൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തെ വെള്ളപൂശിയെടുത്ത് ഇവരെ പുറത്തു കൊണ്ടുവരാം എന്നൊരു ശ്രമമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ നടത്തിയത്. അത് പാടെ പൊളിയുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. സ്വാഭാവികമായി ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നത് അവർ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാൻ പോകുന്നു എന്നുള്ളതാണ്.
NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് പറയാം കൃഷ്ണരാജ്, ഈ ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘത്തിൻ്റെ ക്രൈസ്തവ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ, മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വ്യാപകമായ മതപരിവർത്തനം നക്സലേറ്റ് മേഖലയിൽ നടക്കുന്നുണ്ട്. ബസ്തർ പോലെയുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയാണ് ബസ്തർ എന്ന് പറയുന്നത്. പല മേഖലയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഒരു മൊബൈൽ ടവർ പോലും സ്ഥാപിക്കാൻ സാധിക്കാത്ത സ്ഥലത്തേക്ക് ഈ കന്യാസ്ത്രീകളും ഈ മതപരിവർത്തന മിഷണറി സംഘവും എങ്ങനെ കടന്നു ചെല്ലുന്നു, നക്സലേറ്റുകൾ അവരെ അതിന് അനുവദിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. വൈകാതെ നമ്മൾ ബസ്തറിലേക്ക് പോകും. ഇവരുടെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ വിവരം നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും, ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കോൺഗ്രസ് മൗനത്തിലാണ്, ഇവിടുത്തെ സഭയും മൗനത്തിലാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘം അവിടെ വന്നപ്പോഴും ആ ബെനി ബെഹനാന്റെ പ്രതികരണം കേൾക്കുമ്പോൾ നന്നായി മെഴുകുന്നുണ്ടല്ലോ. കൃഷ്ണജി, ഇതിൽ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഛത്തീസ്ഗഡിലുണ്ട്. ഈ കന്യാസ്ത്രീകളുടെ സഹോദരൻ ഇറങ്ങി വന്ന് നടത്തിയ ഒരു പ്രതികരണം, അവർക്ക് ജയിലിനുള്ളിൽ കുഴപ്പങ്ങളൊന്നുമില്ല, സൗകര്യക്കുറവുകളൊന്നുമില്ല, ജയിലിനുള്ളിൽ അവർക്ക് പ്രശ്നമില്ലാതെ തന്നെയുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കളാണ് പറയുന്നത് അവർക്ക് ജയിലിനുള്ളിൽ വലിയ പ്രശ്നമാണ്, അവർ നേരിടുന്നത് കൊടിയ പീഡനമാണ്. ഇന്നലെ ബൃന്ദ കാരാട്ടൊക്കെ അത് പറയുമ്പോൾ നമ്മൾ അത്ഭുതം കൊണ്ടുപോയി. കാരണം അവരുടെ സഹോദരനില്ലാത്ത, നിരന്തരം കാണുന്ന സഹോദരനില്ലാത്ത പരാതിയാണ് ബൃന്ദ കാരാട്ടിനും ഈ ബെന്നി ബെഹനാനും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ നേതാക്കളാണ് ഈ 2 കന്യാസ്ത്രീകളെയും ഈ ജയിലിനുള്ളിൽ തളച്ചിടുന്നതിന് കാരണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ഇവരിവിടെ വന്നുണ്ടാക്കിയ പ്രശ്നം കാരണം ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ തെരുവിലിറങ്ങി എന്നുള്ളതാണ്. ഈ ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗങ്ങൾ പ്രത്യേക സംരക്ഷണം അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അവർ തെരുവിലിറങ്ങി അവരുടെ പെൺമക്കളെ മതം മാറ്റുന്നു, അവരുടെ പെൺമക്കളെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡിലെ ആദിവാസി സമൂഹം തെരുവിലിറങ്ങിയതോടെ ഈ കന്യാസ്ത്രീകളെ സഹായിക്കാൻ എത്തിയ അനൂപ് ആന്റണി പോലും പ്രതിരോധത്തിലായി. ഒരു കാര്യം, അനൂപ് ആന്റണിക്കെതിരെ വേണമെങ്കിൽ പോലും മുന്നോട്ട് പോകവേ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽ നിന്നും ജനരോഷം ഉണ്ടായേക്കാം. കാരണം ഈ കോൺഗ്രസ് നേതാക്കളും അത്തരം ആളുകളും ഒക്കെ തന്നെ വന്ന് ഈ കേരളത്തിലെ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരും ചെയ്യുന്ന പരിപാടികൾ കാരണം ഇവിടെയുള്ള മലയാളികൾക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിവാസി വിഭാഗങ്ങളുടെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ മൗനം പാലിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മറുപടിയില്ല, വലിയ പ്രതിരോധത്തിലാണ് അവർ എന്ന് വ്യക്തമാണ്. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതേയില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ അവിടെ വന്നപ്പോൾ അവരെ അകത്ത് കയറ്റിവിടാൻ മാത്രം എത്തി മടങ്ങിപ്പോയി ഭൂപേഷ് ഭാഗൽ. അങ്ങനെ ആകെ പ്രതിരോധത്തിലാണ്. ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ഇവിടെ കോൺഗ്രസിന് ആകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.